ഹായ് ഗൈസ്, ഒരു പ്ലാന്റഡ് അക്വേറിയത്തിന് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഒന്ന് സോയില്, ഫെർട്ടിലൈസർ, പ്ലാന്റ്സ്. അതുപോലെ പ്ലാന്റ്സിന് ഏറ്റവും അത്യാവശ്യമായ സാധനമാണ്, പ്ലാന്റിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ലൈറ്റ്. സാധാ ലൈറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്, പക്ഷേ ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും WRGB ലൈറ്റാണ് വേണ്ടത്. അതായത് വൈറ്റ്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതിന് കോമ്പിനേഷൻ വരുന്ന ഒരു സൺലൈറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ലൈറ്റാണ് വേണ്ടത്. അതിലൊരു ബഡ്ജറ്റ് ലൈറ്റാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ലൈറ്റ് എന്ന് പറഞ്ഞാൽ 6500 കെൽവിനൊക്കെ വരുന്ന ഹൈ ക്വാളിറ്റി ലൈറ്റുകളാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രൈസ് ഒരു 2 ഫീറ്റ് ടാങ്കിൻ്റെ എക്സാക്റ്റ് ആ സൺലൈറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 6000 തൊട്ട് 14000 രൂപ വരും. പക്ഷെ നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഒരു ബഡ്ജറ്റാണ്, ഒരു 1000-1200 രൂപ റേഞ്ച് വരുന്ന ഒരു ലൈറ്റാണ്. പർച്ചേസ് ചെയ്ത് ആമസോണിൽ നിന്നാണ്, ലിങ്ക് നമുക്ക് താഴെ കൊടുക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ലൈറ്റ് വരുന്നത്. ഇതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ ബ്രാൻഡ് റെഡ് സ്റ്റാർ ആണ്. ഇതൊരു ചൈനീസ് ഇമ്പോർട്ട് പ്രൊഡക്റ്റ് ആണ്. ചൈനീസ് വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൈസ് കുറച്ച് നമുക്ക് കിട്ടുന്നത്. ഇതൊരു 2 ഫീറ്റ് അല്ലെങ്കിൽ 58 സെൻറ്റിമീറ്റർ. 2 ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ കൂടുതൽ വരും, പക്ഷെ അത്രയില്ല. ഒരു 58 സെൻറ്റിമീറ്റർ നീളം വരുന്ന 18 വാട്ട്. ഇതിൻ്റെ പവർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 18 വാട്ട് വരെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ലൈറ്റാണിത്. നമുക്കിത് തുറന്നിട്ട് ഉള്ളിൽ വരുന്ന ലൈറ്റിൻ്റെ മൗണ്ടും നോക്കാം. ഇൻസൈഡ് ബോക്സ് വരുന്നത് ഇങ്ങനെ ഒരു ലൈറ്റാണ്. ലൈറ്റിൻ്റെ 2 മൗണ്ടും, ഇത് 2 സൈഡും അക്വേറിയത്തിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ്. ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് വൈറ്റ് ലൈറ്റ് ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ റെഡും ബ്ലൂവും ഉണ്ടാവും ലൈറ്റ്. സൺലൈറ്റ് റിപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതും ഉണ്ടാവും. ഈ മൗണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 2 സൈഡും ഇതിലൊരു സ്ലോട്ട് ഉണ്ട്. സ്ലോട്ടിൽ കയറ്റിയിടുക. ഈ 2 സ്ലൈഡും നമ്മൾ ഈ സ്ലോട്ടിലോട്ട് ഇങ്ങനെ കയറ്റിയിടുക. ഈസി അസംബിൾ ആൻഡ് ഈസി ഡിസ്മാൻഡിൽ പർപ്പസാണ്. ഇത് നമുക്ക് ഇത്രയും ലെങ്ത്ത് വരെ നീട്ടാം. ഓക്കെ, എൻ്റെ അക്വേറിയം വന്നത് 2 ഫീറ്റ് ആണ്. ഇതിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യാറുണ്ട്, പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അതിന് ശേഷമാണ് നമ്മൾ അൺബോക്സിങ് ഒരു വീഡിയോ ചെയ്യുന്നത്. ചെറിയ സ്ക്രാച്ചസും ചെളിയൊക്കെ ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്ത് തന്നെയാണ്, ഒരാഴ്ചയായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ അഡാപ്റ്റർ. ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഈ സ്വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഇനീഷ്യൽ ടൈമിൽ ഓണിൽ വൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ സ്വിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ പവർ സ്വിച്ചോ ഒന്നുകൂടി ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്ത് കഴിയുമ്പോൾ റെഡും ബ്ലൂവും തെളിയും. ഒന്നുകൂടി നമ്മൾ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ എല്ലാം തെളിയും. നമ്മൾ പ്ലാന്റ് ഗ്രോത്തും നമ്മുടെ അക്വേറിയത്തിൻ്റെ വിസിബിലിറ്റിക്കും വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫുൾ ലൈറ്റാണ്. ജസ്റ്റ് നമ്മൾ മൗണ്ട് ചെയ്യുക, നമ്മുടെ അക്വേറിയത്തിലോട്ട് കറക്റ്റായിട്ട് വയ്ക്കുക, 2 സൈഡും കൃത്യമായിട്ട് വയ്ക്കുക, നേരെ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ജസ്റ്റ് പ്രസ് ലോക്കൊന്നും പോലെ ജസ്റ്റ് ഇത് ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഈ അക്വേറിയത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് മാക്സിമം വരെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ലൈറ്റ് മേടിക്കുമ്പോൾ ഒരു സജഷൻ പറയാം, ലൈറ്റിന് റേഞ്ച് പറയാം, അതായത് ലെങ്ത് റേഞ്ച് പറയും. ചിലപ്പോൾ 2 ഫീറ്റ് അല്ലെങ്കിൽ 24 ഇഞ്ച് ടു ഇത്ര ലെങ്ത് വരെ വേരി ചെയ്യാമെന്ന് പറയും. നമ്മൾ അക്വേറിയം മേടിക്കുമ്പോൾ ഫസ്റ്റ് ലെങ്ത് തന്നെ നോക്കി മേടിക്കുക. അതാണെങ്കിൽ നമ്മുടെ ഫുൾ ലെങ്ത് അക്വേറിയത്തിലോട്ട് ലൈറ്റ് കിട്ടും. പവർ ചെയ്തിട്ട് നമുക്ക് ഓൺ ചെയ്യാം. ഇനീഷ്യലിൽ വരുന്ന ലൈറ്റ് ഇതാണ്. ഇതിപ്പോൾ ടാങ്ക് സൈക്കിൾ ചെയ്യാൻ വെച്ചേക്കണെയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുറച്ച് ഫിഷസിന് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ടാങ്ക് വലിയ ക്ലിയർ അല്ല. അടുത്ത ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് ഒന്ന് സൈക്കിൾ ആയതിനു ശേഷം ഇതൊക്കെ സർവൈവിങ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഫിഷിനെയാണ് ഇട്ടേക്കുന്നത്. പെട്ടെന്ന് ചത്തുപോകും, അങ്ങനത്തെ വരില്ലാത്ത ഫിഷിനെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടാങ്ക് ഒന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് വെള്ളവും മാറ്റും. അപ്പോൾ ടാങ്ക് കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഇക്കോസിസ്റ്റം പോലെ ഇതിൽ ക്രിയേറ്റ് ആവും. ഇനി നമുക്ക് ലൈറ്റിലോട്ട് വരാം. അതുകൊണ്ടാണ് കേട്ടോ ടാങ്ക് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡിൽ കാണുന്നത്. ലൈറ്റിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഉള്ളത് വൈറ്റ് ആണ്. ഇത് നമ്മൾ ഒന്നും കൂടി പവർ ഓഫ് ചെയ്തിട്ട് ലൈറ്റിൻ്റെ സ്വിച്ചോ അല്ലെങ്കിൽ ഇതിന് അഡാപ്റ്ററിലെ പവർ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ അടുത്തത് മാറി. ഇപ്പോൾ ബ്ലൂവും റെഡും മാത്രമാണ്. അപ്പോൾ അതിൽ അതിൻ്റെ കൂടെ തന്നെയുള്ള ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇപ്പോൾ ഫിഷിൻ്റെ കളർ കുറച്ചുകൂടി ഗ്ലേസിങ് ആയിട്ട് വരും. എത്ര നേരം കണ്ട പോലെയല്ല, ഫിഷിൻ്റെ കളർ കുറേ കൂടി ഗ്ലേസിങ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി ഓഫ് ഇട്ട് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഞാൻ ആക്ച്വലി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രീതിയിലാണ്. ഇത് ഒരാഴ്ചയായിട്ടുള്ള ലൈറ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അതിനുശേഷം ഈ കാണുന്ന പ്ലാന്റ് ഇതിൻ്റെ തല താഴത്തോട്ടായിരുന്നു കിട്ടുന്നത്. ലൈറ്റ് വെച്ചിട്ട് 2-3 ദിവസത്തിന് ശേഷം
ഇത് കറക്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ എല്ലാ പ്ലാന്റും റൂട്ട് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ സൈഡിലെ പ്ലാന്റിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. കുറച്ച് തളിരുകൾ വന്നു, ഇതിനൊക്കെ പുതിയ ഇലകൾ വന്നിട്ടുണ്ട്, ഇതിനും തണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഈ പ്ലാന്റ് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും ദിവസം ഇങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ ലൈറ്റ് എവിടെ നിന്നാണോ സോഴ്സ് വരുന്നത് ആ സോഴ്സിലോട്ട് അപ്സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസത്തിൽ നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ ഇലയുടെ ഇതനുസരിച്ച് വേണം നമ്മൾ ലൈറ്റ് കൊടുക്കാൻ. 8 തൊട്ട് 10 മണിക്കൂർ വരെ കൊടുക്കാം. ഇപ്പം ആൽഗ് ഫോം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ഒന്നല്ലെങ്കിൽ നമ്മുടെ ഫെർട്ടിലൈസർ കൂടുതലാണ് അല്ലെങ്കിൽ ലൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ച് ലൈറ്റും കൺട്രോൾ ചെയ്യുക, ഫെർട്ടിലൈസറും കൺട്രോൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇല ഇത് കണ്ടോ, ഈ സൈഡിൽ കണ്ടോ, ഇതൊക്കെ പുതിയ ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന ഇല വിതേർഡ് ആയിട്ട് തിരിച്ചു വരുന്നതാണ്, ഇല കളർ മാറിയിട്ട്. നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നെയും പ്ലാന്റ്സിൻ്റെ ഇല ചീയുകയാണെങ്കിൽ അല്ലെങ്കിൽ വിതറിങ് വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ നോക്കുക നമ്മുടെ ലൈറ്റ് കൊടുത്തേക്കുന്നത് വളരെ കൂടുതലാണ്. അതനുസരിച്ച് ലൈറ്റിൻ്റെ എന്താ പറയുക ടൈം ലിമിറ്റ് ഇപ്പോൾ 8 മണിക്കൂർ എന്നുള്ളത് ഒരു 6 മണിക്കൂറിലോട്ട് കുറയ്ക്കുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ പ്ലാന്റ് അല്ലെങ്കിൽ സെക്കൻഡ് സൈക്കിൾ കഴിഞ്ഞതിന് ശേഷം വെള്ളം ചേഞ്ച് ചെയ്ത് പ്ലാന്റിൻ്റെ ഗ്രോത്തുകളായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.